പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സണെതിരെ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെട്ടു. കോറം തികയാത്തതിനാൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുത്തില്ല. അതേസമയം ഭരണപക്ഷത്ത് നിന്ന് ഒരു അംഗത്തെ യോഗത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് UDF അംഗങ്ങൾ. V4 മുന്നണിയുടെ സഹകരണത്തോടെ LDF ആണ് പട്ടാമ്പി നഗരസഭാ ഭരണം കൈയാളുന്നത്. 28 അംഗ നഗരസഭയിൽ LDF-ന് 10ഉം UDF-ന് 11ഉം V4 മുന്നണിക്ക് 6ഉം BJP-ക്ക് 1 സീറ്റുമാണ് ഉള്ളത്. 11 അംഗ UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് നഗരസഭാ ചെയർപേഴ്സണെതിരെ അവിശ്വാസം കൊണ്ടുവന്നത്. ചൊവ്വാഴ്ച രാവിലെയാണ് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തത്. 11 UDF കൗൺസിലർമാരും ഭരണപക്ഷത്തു നിന്നുള്ള ഒരു കൗൺസിലറും BJP കൗൺസിലറുമാണ് ചർച്ചയ്ക്കെത്തിയത്. എന്നാൽ 28 അംഗ കൗൺസിലിൽ 14 പേർ ഹാജരായെങ്കിൽ മാത്രമേ യോഗം തുടങ്ങാനാവൂ. ഭരണപക്ഷ അംഗങ്ങൾ വിട്ടുനിന്നതോടെ കോറം തികയാതെ വരികയും അവിശ്വാസം ചർച്ച ചെയ്യാൻ കഴിയാതെ വരികയുമായിരുന്നു. ഇതോടെയാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടത്. 11 അംഗങ്ങളാണ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയതെന്നും എന്നാൽ 12 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചത് ശുഭപ്രതീക്ഷ നൽകുന്നതാണെന്നും UDF കൗൺസിലർമാർ പ്രതികരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനെ വളരെ നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. ഞങ്ങൾക്ക് 11 അംഗങ്ങളായിരുന്നു ഇതുവരെ UDF പക്ഷത്തുണ്ടായിരുന്നത് എങ്കിൽ ഇന്നു മുതൽ അത് 12ആയി മാറിയിരിക്കുന്നു. ഇവിടെ 12 അംഗങ്ങൾ അവിടെ ഒപ്പിട്ടിരിക്കുന്നു. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയുന്നത് 11 അംഗങ്ങളാണ് ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നതെങ്കിലും ഇന്ന് 13 അംഗങ്ങളാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ഏതായാലും അവിശ്വാസ പ്രമേയം കൊണ്ട് അതല്ലെങ്കിൽ ഈ ഒരു മുന്നേറ്റം കൊണ്ട് മാത്രം ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. നിരന്തരമായ സമര പോരാട്ടങ്ങൾക്കുള്ള തുടക്കം മാത്രമാണ് ഇത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. നിലവിലെ ഭരണത്തിൽ അതൃപ്തയാണെന്നും അത് അറിയിക്കാനാണ് ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയതെന്നുമായിരുന്നു V4 മുന്നണിയിൽ നിന്നുമുള്ള KT റുക്കിയുടെ പ്രതികരണം. വലിയ പ്രതീക്ഷയോട് വന്നതാണ് ഈ ഭരണസമിതി. പല കാര്യത്തിലും ഉണ്ടായ നമ്മുടെ പ്രതീക്ഷക്കത്ത് ഉയരാൻ കഴിയാത്തതും അതുപോലെ തന്നെ ഞാനൊരു സ്വതന്ത്ര നിലപാടിൽ വന്നാണ്. ആ സ്വതന്ത്ര നിലപാടായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ ജനാധിപത്യ വ്യവസ്ഥയിൽ അവിശ്വാസ പ്രമേയം ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് കൗൺസിലറുടെ ഉത്തരവാദിത്തമാണെന്നും ഇരു മുന്നണികളും BJP-ക്ക് ഒരുപോലെയാണെന്നും BJP അംഗം A. സുരേഷും പറഞ്ഞു. നോട്ടീസ് തന്നിരുന്നു അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. ഭരണാധികാരി ജനാധിപത്യ സംവിധാന പ്രകാരം നമ്മൾ മര്യാദ പാലിച്ചുകൊണ്ട് യോഗത്തിൽ പങ്കെടുത്തു. പക്ഷേ അതിൽ കോറം തികയാത്തതുകൊണ്ട് ആ മീറ്റിംഗ് നടന്നിട്ടില്ല. നമ്മളത് അവിടെ നിന്ന് പോരുകയാണ് ഉണ്ടായത്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം LDF ആയാലും UDF ആയാലും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ തന്നെയാണ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിൻ്റെ നിലപാടുകളുണ്ട്. വോട്ട് ചെയ്യാതെ നമ്മൾ പോരാനായിരുന്നു നമ്മുടെ തീരുമാനമുണ്ടായിരുന്നു. അപ്പോൾ യോഗം തന്നെ നടക്കാത്തതുകൊണ്ട് നമ്മളതിന് പോന്നിട്ടുണ്ട്. പക്ഷേ ഈ 2 മുന്നണികളും ഭരിച്ചുകൊണ്ട് നമുക്ക് പട്ടാമ്പി നഗരസഭയിൽ പുരോഗമനവും മറ്റുള്ള കാര്യങ്ങളോ മാറ്റമോ ഒന്നും തന്നെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഭരണസമിതി ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ TP ഷാജിയും പ്രതികരിച്ചു. UDF കൊണ്ടുവന്ന ഈ ചെയർപേഴ്സൺ ഭരണസമിതിക്കും എതിരെയുള്ള അവിശ്വാസം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. LDF V4 എല്ലാ കക്ഷികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ അവിശ്വാസത്തെ നേരിട്ടു. തീർച്ചയായും UDF കൊണ്ടുവന്ന ആക്ഷേപങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച എല്ലാ കാര്യങ്ങളും കള്ളമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് LDF V4 സഖ്യം ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ അവിശ്വാസം